Good evening to all of you once again. ക്ലാസ് റെക്കോർഡിങ്ങിലാണ് കേട്ടോ. ക്ലാസ് റെക്കോർഡിങ്ങിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് how to make commands and request. Sometimes we have to speak, we have to tell somebody some commands, or sometimes we can ask somebody, request. So how to use them in your day-to-day English? That's what we taught, or we dealt with last class. And today we are going to an advanced level of English communication. Okay. നോർമലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കം ഹിയർ, ഇവിടെ വരൂ, അതൊരു പോസിറ്റീവായ കമാൻഡാണ്. നമ്മൾ സാധാരണ ചെയ്യണം എന്ന് പറയുന്നത് പോസിറ്റീവായ കമാൻഡും ചെയ്യരുത് എന്ന് പറയുന്നത് നെഗറ്റീവായ കമാൻഡുമാണ്. ദയവായി ചെയ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവായ റിക്വസ്റ്റും, ദയവായി ചെയ്യരുത് എന്ന് പറയുന്നത് നെഗറ്റീവായ റിക്വസ്റ്റുമാണ് കേട്ടോ. ഒറ്റ സെക്കൻഡ് ഇപ്പോൾ വരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോർമൽ 4 സൈസിലുള്ള വാക്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചു കഴിഞ്ഞത്. അതായത് പോസിറ്റീവ് കമാൻഡ്, നെഗറ്റീവ് കമാൻഡ്, പോസിറ്റീവ് റിക്വസ്റ്റ്, നെഗറ്റീവ് റിക്വസ്റ്റ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതേ രീതിയിൽ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോർമലി നമ്മൾ പഠിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് or interactive English, you can name it, whatever the word that you like. എല്ലാം ഒന്ന് തന്നെയാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യാം? സാധാരണ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷോ സ്പോക്കൺ ഇംഗ്ലീഷ് അതൊക്കെ പഠിക്കുമ്പോൾ ഗ്രാമറിനെ കുറിച്ച് മൈൻഡ് ചെയ്യേണ്ടതില്ല, ഗ്രാമർ ശ്രദ്ധിക്കേണ്ടതില്ല, ഗ്രാമർ പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും മലയാളം സംസാരിക്കാൻ പഠിച്ചത് ഗ്രാമർ അറിഞ്ഞുകൊണ്ടാണോ? അല്ല. പക്ഷേ ഒരു കാര്യം അവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ പറയുന്ന മലയാളം ഗ്രാമറിക്കലി ശരിയായ വാക്യമാണ്. അതായത് ഞാൻ ഇന്നലെ പോകും എന്ന് നിങ്ങളാരും പറയാറില്ല, കാരണം അത് ഗ്രാമറിക്കലി ശരിയല്ല. ഇന്നലെ എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ കാല ക്രിയാവിശേഷണവും ഞാൻ പോകുമെന്ന് പറയുന്നത് ഭാവികാലവുമാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഇംഗ്ലീഷിൽ പറയും കൺജുഗേഷൻ, കൂടിച്ചേർന്ന് വരുന്നത്, കൂടിച്ചേരൂല. അപ്പോൾ നമുക്ക് ആദ്യം എന്താ വെച്ചാൽ, നോർമലി നമ്മൾ പറയുന്ന മലയാളം തീർച്ചയായിട്ടും ഗ്രാമറിക്കലി ശരിയാണ്, തെറ്റല്ല. എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിവിധ സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് പറയുക എന്ന് പഠിക്കാൻ വേണ്ടി അല്പം സ്ട്രക്ചർ പഠിക്കേണ്ടതുണ്ട്. ഗ്രാമറിൻ്റെ നൂലാമാലകളിലേക്ക് പോകുന്നില്ല, പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഓരോ സിറ്റുവേഷനിലും എന്താണ് പറയുക എന്നുള്ളത് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ ടീച്ചേഴ്സാണ്, അതുകൊണ്ട് തന്നെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആവേണ്ടത് എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ ഒരു 50% ആളുകളുടെ ഹസ്ബൻഡുമാരും ഭർത്താക്കന്മാരും ഗൾഫ് രാജ്യങ്ങളിലോ പിന്നെ ഓവർസീസ് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ആ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ടീച്ചറായിട്ടാണ് നല്ലൊരു ജോബ്. ഇപ്പോൾ മോണ്ടിസോറി കഴിഞ്ഞൊരു ലേഡി ഗൾഫ് രാജ്യങ്ങളിൽ എത്തുകയാണെങ്കിൽ ഖത്തർ, ബഹ്റൈൻ, UAE, സൗദി ഈ രാജ്യങ്ങളിലൊക്കെ നല്ല പോസ്റ്റാണ്, നല്ല സാലറി ഉള്ള പോസ്റ്റാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. പക്ഷേ അത്തരം പോസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ രാജ്യങ്ങളിലൊക്കെ ഫോളോ ചെയ്യുന്ന IELTS എന്ന് പറയുന്ന ഒരു ഇൻട്രാക്റ്റീവ് ഇംഗ്ലീഷ് എക്സാം നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ IELTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തുന്ന ഒരു ഓൺലൈൻ എക്സാമാണ്. ആ ഓൺലൈൻ എക്സാം നമുക്ക് നമ്മുടെ സംസാരം, അതുപോലെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ നമ്മുടെ ഉച്ചാരണം, ഇംഗ്ലീഷ് ഉച്ചാരണം, ഇതൊക്കെ നോക്കിയിട്ടാണ് സ്കോറിങ് വരിക. ഓക്കെ, അവിടെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ IELTS ചെയ്തിട്ടില്ലെങ്കിലും IELTSൻ്റെ പുസ്തകങ്ങൾ പഠിച്ച വ്യക്തിയാണ്. IELTS വേണ്ടി വരും എന്ന് കരുതി IELTSൻ്റെ ബുക്സുകളൊക്കെ വരുത്തി കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി. പക്ഷേ
വിസ കിട്ടിയ, ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്ത ആളാണ് കേട്ടോ. വിസ കിട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു IELTS വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, കാരണം അവർ 4 or 5 പ്രാവശ്യം ഞാൻ ആ ഒരു വിസ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുമായിട്ട് ഓൺലൈൻ, അതായത് നമ്മൾ സാധാരണ മൊബൈലിൽ സംസാരിച്ചിരുന്നു. തൽഫലമായിട്ട് അവരോട് പറഞ്ഞു IELTS യു ഡിഡ് നോട്ട് കംപ്ലീറ്റ് യുവർ IELTS സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ IELTS വേണ്ടെന്ന് പറഞ്ഞു. സോ പക്ഷെ IELTS പഠിച്ചു, ശരിക്ക് പാസ്സാവുന്നതിനെ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഗ്രാമർ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അല്പം ഗ്രാമറിൻ്റെ ഭാഗത്തേക്ക് പോവാം, അല്ലാതെ കഴിയൂല. കാരണം നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് നിർബന്ധമായി മാറുന്നത് കേട്ടോ. ടീച്ചേഴ്സ് ആണെങ്കിൽ, സാധാരണ നിങ്ങൾ വീട്ടമ്മമാരായിട്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഞാൻ ആ കോഴ്സ് നടത്തുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു ഗ്രാമർ നിങ്ങളെ പഠിപ്പിക്കൂല, അതിൻ്റെ ആവശ്യമില്ല. ഗ്രാമറിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പം നിങ്ങൾ എഴുതുന്ന വാക്യം തന്നെ ഗ്രാമറിക്കൽ ശരിയാണോ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ ഗ്രാമർ അത്ര ഡീപ്പായി ഞാൻ ചെക്ക് ചെയ്യാറില്ല. കാരണം ഈ കാര്യങ്ങളും സാഹചര്യവും അറിയുന്ന ഒരാളെന്ന നിലക്ക് ആരും അത് ചെയ്യൂല, അതുകൊണ്ടാണ്. സോ നമുക്ക് ആദ്യം ടെൻസിനെ കുറിച്ചൊരു ധാരണ വേണം. എന്താണ് ടെൻസ്? കാലങ്ങൾ, കാലം. അതായത് വിവിധ സമയങ്ങളിൽ നമ്മൾ വിവിധ രൂപത്തിലാണ് ഇംഗ്ലീഷ് പറയുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ കണ്ണും കാതും നിങ്ങൾ എനിക്ക് ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ ആരും പേടിക്കണ്ട. നിങ്ങൾ വേറൊന്നും കേൾക്കരുത്. വീട്ടിൽ പലതും സംഭവിക്കുന്നുണ്ടാവും ഈ ക്ലാസ് എടുക്കേണ്ട സമയത്ത്. വേറൊന്നും കേൾക്കരുത്. ഞാൻ പറയുന്ന കാര്യം മാത്രമേ കേൾക്കാവൂ, ഇത് മാത്രമേ മനസ്സിലുണ്ടാകാവൂ. മറ്റുള്ള ചിന്തകൾ മുഴുവൻ ഈ സമയത്ത് നിങ്ങളെ മനസ്സിലേക്ക് കയറി വരാൻ പാടില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളെ ടെൻസിലേക്ക് പോവാം. നോർമലി ഇൻ എവറി ലാംഗ്വേജ് ദർ ഈസ് 3 tenses, ആസ് ഇൻ മലയാളം, ആസ് ഇൻ അറബിക്, ഓർ ആസ് ഇൻ വാട്ട് എവർ ലാംഗ്വേജ് ഇറ്റ് ഈസ്. നമ്മൾ നോർമൽ കേസിൽ പറയുകയാണെങ്കിൽ മറ്റു ഭാഷകളിലെന്ന പോലെ ഇംഗ്ലീഷിലും 3 ടെൻസുകൾ മാത്രമേ ഉള്ളൂ. അതാവട്ടെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, പിന്നെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പലരും പഠിച്ച് ബോറടിച്ചിട്ട് ഒഴിവാക്കിയ ഒരു സാധനമാണ് ഞാൻ തുടങ്ങേണ്ടത്. അപ്പോൾ എനിക്ക് ചെറിയ പേടിയുണ്ട്, കാരണം നിങ്ങളിത് എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് കേട്ടോ. ഇനി ഉൾക്കൊള്ളാൻ പ്രയാസം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുകൊണ്ട് ഒരു കഥ എടുക്കുന്നുണ്ട്, ഒരു നോവൽ എടുക്കുന്നുണ്ട് പറയാൻ. പക്ഷെ അത് എടുത്തു കഴിഞ്ഞാൽ 1 മാസം വേണം, ഫുൾ ഡേ ക്ലാസ് വേണം. അത് എല്ലാ ദിവസവും 1 hour ക്ലാസ് ഉണ്ടായാലേ ആ നോവൽ പുറത്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാത്തത് അതുകൊണ്ടാണ്. അതാവുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം കഥയിലൂടെ പഠിക്കാം. നമുക്ക് തൽക്കാലം നമ്മളെ മെയിൻ ക്ലാസ് ആരംഭിക്കുന്ന വരെ മാത്രമേ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആക്റ്റീവായിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെയും ക്ലാസ്സുകൾ ഉണ്ടാവും, പക്ഷെ നമ്മളെ സമയവും സാഹചര്യമൊക്കെ ഏറെക്കുറെ അനുവദിക്കുന്നതനുസരിച്ച്. കാരണം തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 5 ദിവസം നമുക്ക് ക്ലാസ് വരിക. ഈ 5 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചൈൽഡ് സൈക്കോളജി, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രീ പ്രൈമറി തിയറി, അല്ലെങ്കിൽ മോണ്ടിസോറി ഫിലോസഫി, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അറബിക് ആൻഡ് ഗ്രാമർ, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്. ഈ 5 വിഷയങ്ങൾ 5 ദിവസത്തിന് ഓക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മൾ പാക്ക്ഡ് ആണ് എല്ലാം. ഇനി നിങ്ങൾക്ക് ടൈം ടേബിൾ തരിക, ഓർഡർ തരിക, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ടെൻസുകൾ. നമുക്ക് ആദ്യം ടെൻസിനെ കുറിച്ച് 3 ടെൻസുകൾ മാത്രമേ ഉള്ളൂ: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ബട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് മൾട്ടിപ്പിൾ യൂസസ്, every tense has 4 categories. I mean 4 divisions. അതാണ്. അപ്പം നിങ്ങൾ സ്കൂളിൽ പഠിച്ചവരാണല്ലോ അല്ലേ? നിങ്ങൾ 10th പഠിച്ചവരാണ്. 10th ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ക്ലാസ് എന്ന് പറയാൻ 10th ഒരു ക്ലാസ്സേ ഉള്ളൂ. ബട്ട് ഡിവിഷനുകൾ കുട്ടികളുടെ ബാഹുല്യം, കുട്ടികളുടെ ആ ഒരു അബൻഡൻസ്, ബാഹുല്യം അനുസരിച്ച് 10th A, 10th B, 10th C, 10th D ഒക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ ഏകദേശം 10th A1, B1 വരെ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമുക്കറിയാം ക്ലാസ്സുകൾ ഒന്നേ ഉള്ളുവെങ്കിലും ഡിവിഷൻസ് കുറേ ഉണ്ട്.
അത് നമ്മൾക്കറിയാം, കുട്ടികളെ എണ്ണം അനുസരിച്ചാണ്. ഇവിടെ ഇംഗ്ലീഷിൻ്റെ ബാഹുല്യം, ഇംഗ്ലീഷിൻ്റെ യൂസസിൻ്റെ ബാഹുല്യം, ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗങ്ങൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ ബാഹുല്യം അനുസരിച്ച് ഇംഗ്ലീഷിന് ഓരോ ടെൻസിനും 4 ഡിവിഷൻ ഉണ്ട്. ഞാൻ ഈ ഡിവിഷൻ നിങ്ങളെ ഒറ്റയടിക്ക് പഠിപ്പിക്കുകയാണ്, ഈ 3 ടെൻസുകളും 4 ഡിവിഷനുകളും. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് ടെൻസിൻ്റെ പേര് മുഴുവൻ കാണാതെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നോട്ടെ, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങളെല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചു തരണം. സോ നമുക്ക് പ്രസൻറ്റ് എടുക്കാം. പ്രസൻറ്റ് ടെൻസിന് 4 ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ്റെ പേര് സ്കൂളിൽ ക്ലാസ്സിൻ്റെ പേര് പറഞ്ഞ പോലെ ABCD അല്ല. പകരം ഡിവിഷൻ, ഫസ്റ്റ് ഡിവിഷൻ്റെ പേര് സിമ്പിൾ എന്നാണ്. എന്താ പറയുക? ഫസ്റ്റ് ഡിവിഷൻ സിമ്പിൾ, സെക്കൻഡ് ഡിവിഷൻ കണ്ടിന്യൂസ്, ഫസ്റ്റ് ഡിവിഷൻ സിമ്പിൾ. എൻ്റെ കൂടെ തന്നെ പതുക്കെ പറഞ്ഞോളിട്ടാ, നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്ത് പറഞ്ഞാൽ മതി, എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് പ്രയാസം വരൂല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ സിമ്പിൾ, സെക്കൻഡ് ഡിവിഷൻ കണ്ടിന്യൂസ്, തേർഡ് ഡിവിഷൻ പെർഫെക്റ്റ്, ഫസ്റ്റ് ഡിവിഷൻ സിമ്പിൾ, സെക്കൻഡ് ഡിവിഷൻ കണ്ടിന്യൂസ്, തേർഡ് ഡിവിഷൻ പെർഫെക്റ്റ്. അപ്പോൾ സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്. അപ്പോൾ മൂന്ന് കാറ്റഗറി, 3 ഡിവിഷൻസിൻ്റെ പേര് പഠിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തതും അവസാനത്തതുമായ ഡിവിഷൻ എന്ന് പറയുന്നത് 3ാമത്തെ ഡിവിഷൻ്റെ പേരും 2ാമത്തെ ഡിവിഷൻ്റെ പേരും കൂടിയതാണ്. അപ്പം നിങ്ങൾ 1ാമത്തെ ഡിവിഷൻ്റെ പേരെന്താ പഠിച്ചത്? സിമ്പിൾ. 2ാമത്തെ ഡിവിഷൻ്റെ പേരെന്താ പഠിച്ചത്? കണ്ടിന്യൂസ്. 3ാമത്തെ ഡിവിഷൻ്റെ പേര് നിങ്ങൾ എന്താ പഠിച്ചത്? പെർഫെക്റ്റ്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്. ഇനി 3, 2 കൂടിയതാണ് 4ാമത്തതും അവസാനത്തതുമായ ഡിവിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് ഇങ്ങനെ വരിക, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് മൈക്ക് ഓഫാക്കിയിട്ട് പറഞ്ഞോളൂ. ഇനി ഉറക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ടീച്ചറാവാൻ പഠിക്കുന്നവരാണ് എന്ന ഒരു സൽപ്പേര് നിങ്ങളെ വീട്ടിലൊക്കെ പരസ്യയിക്കണില്ലേ, അതുകൊണ്ട് ഉറക്കെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അത് പരസ്യമാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ വീട്ടിൽ വേറെന്താ വിചാരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വൺസ് അഗെയിൻ പറയൂ എൻ്റെ കൂടെ കാണാതെ. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആയിട്ടില്ല, കുറേ ആൾക്കാർ ഇപ്പോഴും ബബ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബബ പാടില്ല. ഓക്കെ, വൺസ് അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ ശേഷം ഒരു ഗ്യാപ്പ് ഇടും. ആ ഗ്യാപ്പിൽ നിങ്ങൾ അടുത്തത് ആലോചിക്കണം. ഫസ്റ്റ് വൺ സിമ്പിൾ. മൈക്ക് ഓഫാക്കി പറയൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൈക്ക് ഓണാക്കി പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഈ എൻ്റെ സൗണ്ട് കേൾക്കാൻ പ്രശ്നം വരും, ജാമ് വരും കേട്ടോ. ഓക്കെ, അതായത് 10 MB ഡൗൺലോഡ് ആവുന്നതും അപ്ലോഡ് ആവുന്നതും അതിനേക്കാളും ബുദ്ധിമുട്ടാണ് 20 MB ഡൗൺലോഡ് ആവുന്നതും അപ്ലോഡ് ആവുന്നതും. അത് ആലോചിച്ചാൽ മതി, ഞാൻ മനസ്സിലാവും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ, സെക്കൻഡ് വൺ കണ്ടിന്യൂസ്, തേർഡ് വൺ പെർഫെക്റ്റ്, ഫോർത്ത് വൺ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നും കൂടി ആയിട്ടില്ല. ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആ മഞ്ഞ ചുരിദാറിട്ട ആ ലേഡി, അവർ ഇങ്ങനെ വേറെന്തോ ഭാവത്തിലാണല്ലോ. ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ അതാ കണ്ടില്ല നിങ്ങൾ അല്ലേ? നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആ ടീച്ചർ, അവരൊന്നൊരു മഞ്ഞ ചുരിദാർ ഇട്ട് കണ്ടാ വന്നേക്കേണ്ടത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. അവരവിടെ വേറെന്തോ ഹാലിലാണ്. ഈത്ത നിങ്ങൾ അതൊക്കെ വിടി. ഇപ്പൊ നമ്മൾ ടെൻസ് മാത്രം. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ സിമ്പിൾ, സെക്കൻഡ് വൺ കണ്ടിന്യൂസ്, തേർഡ് വൺ ഓർക്കൂ, തേർഡ് വൺ പെർഫെക്റ്റ് ആൻഡ് ഫോർത്ത് ലാസ്റ്റ് വൺ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആയോ? റെഡി ആയിക്കണില്ലേ? ഓക്കെ, യെസ്, റെഡി ആയേ പറ്റുള്ളൂ. കാരണം ഇവിടെ ശരിയാവാൻ വേറെ വാക്കില്ല, ശരിയായേ പറ്റൂ. ഓക്കെ, വിധി എല്ലാം കൊണ്ടും നമുക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുകയാണ് അറിവ് നേടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മൾ പുറംകാല് കൊണ്ട് അത് ചവിട്ടി തള്ളിക്കളയരുത്.
ഓക്കെ, അപ്പൊ നമ്മളിത് പ്രസന്റിന്റെ നമ്മൾ സ്കൂളിൽ 10th A 10th B 10th C 10th D എന്ന് പറയുന്ന പോലെ പ്രസന്റിന്റെ 4 ഡിവിഷൻ ആദ്യം പറയാൻ പോവുകയാണ്. ഓക്കെ, തുടങ്ങാം. പ്രസന്റ് സിമ്പിൾ. ഫസ്റ്റ് വൺ പ്രസന്റ് സിമ്പിൾ. ഇതിന് സിമ്പിൾ പ്രസന്റ് ഒന്നും പറയാറുണ്ട് കേട്ടോ. അത് നിങ്ങൾ പേര് അത്ര കാര്യമാക്കണ്ട, പേര് ഒരേ മോഡ് പറഞ്ഞാൽ മതി. പ്രസന്റ് സിമ്പിൾ. സെക്കൻഡ് ഡിവിഷൻ പ്രസന്റ് കണ്ടിന്യൂസ്. പ്രസന്റ് കണ്ടിന്യൂസ്. തേർഡ് ഡിവിഷൻ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ്. ആൻഡ് ഫോർത്ത് ഡിവിഷൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആദ്യം ടെൻസിന്റെ പേര് പറയാ, പിന്നെ ഡിവിഷന്റെ പേര് പറയാം. വൺസ് അഗെയിൻ പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി ഞാൻ നമ്പർ പറയുള്ളൂ. 1 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം പ്രസന്റ് സിമ്പിൾ. 2 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം പ്രസന്റ് കണ്ടിന്യൂസ്. 3 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം പ്രസന്റ് പെർഫെക്റ്റ്. ആൻഡ് 4 എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, റെഡിയാണോ? ആദ്യ ടെൻസിന്റെ പേര്, രണ്ടാമത് ഡിവിഷന്റെ പേര്. ഇത്ര ക്ലിയർ ആണ് സംഭവം. ഓക്കെ, നമ്പർ 1 പറഞ്ഞോളൂ. നമ്പർ 1. ഓക്കെ, നമ്പർ 2. നമ്പർ 3. നമ്പർ 3 ആൻഡ് നമ്പർ 4. നമ്പർ 4. ഓക്കെ, ഇപ്പോ എത്ര ആളുകൾ ഈ പ്രസന്റിന്റെ 4 വിഭാഗങ്ങളുടെയും പേര് കാണാതെ ക്ലിയർ ആയിട്ട് പറഞ്ഞു? അവരൊന്ന് തമ്പി പ്രശ്നമായിക്കോ വരട്ടെ. ഓക്കെ, എല്ലാവരും ഒരാളും ഇപ്പോൾ ക്ലാസ്സിൽ ഏകദേശം നമ്മുടെ സ്ഥിരം കോറം 70 ആള്, 60-70 ആ ഒരു കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞു. ഓക്കെ, റെഡിയാണ് അല്ലേ എല്ലാവർക്കും? ആർക്കെങ്കിലും എവിടെങ്കിലും തപ്പിപ്പഴ ഉണ്ടോ? നമ്മുടെ പ്രിയ ഇത്തമാര് ഒന്നും പറയാതിരിക്കരുത്. ആ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന ഇത്തമാർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. റെഡി ആവണം, ഇതിൽ റെഡി ആവണം. റെഡി ആക്കിയിട്ട് നമ്മൾ അടങ്ങുള്ളൂ. ഓക്കെ, ദെൻ ഇപ്പോൾ പ്രസന്റ് ഞാൻ ഒന്നുകൂടി പറയാം. ആ ബാക്കിലിരിക്കുന്ന 2 ഇത്തമാർക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നാണ്ട് റെഡിയാക്കാൻ വേണ്ടി 2 ചേച്ചിമാർക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, 2 ടീച്ചർമാർക്ക്. ഒക്കെ ഞാൻ ആ ഭാഗം പറയാം. വൺസ് അഗെയിൻ പ്രസന്റ് സിമ്പിൾ നമ്പർ 1. നമ്പർ 2 പ്രസന്റ് കണ്ടിന്യൂസ്. നമ്പർ 3 പ്രസന്റ് പെർഫെക്റ്റ്. നമ്പർ 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നമുക്ക് 4 ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളത് അടുത്തതായിട്ട് 5 മുതൽ 8 വരെയുള്ള പഠിക്കാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ക്ലിയർ ആയിട്ട് ഈ ഫസ്റ്റ് പറഞ്ഞ 4 ക്ലിയർ ആയിട്ടേ നമുക്ക് രണ്ടാമത്തെ 4 അഥവാ പാസ്റ്റ് എന്ന രണ്ടാമത്തെ ടെൻസിന്റെ 4 ഡിവിഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? അല്ലേ? തുടങ്ങാം. നമുക്ക് 5ാമത്തെ ടെൻസ് പറയാൻ പോവുകയാണ്, പാസ്റ്റ് സിമ്പിൾ. ഓർഡർ പ്രകാരം ഈ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, കാരണം നമ്പർ പ്രകാരം തന്നെ ആയിക്കോട്ടെ പഠനം. പാസ്റ്റ് സിമ്പിൾ. ഇനി 6th അഥവാ 6ാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. ആദ്യം ടെൻസിന്റെ പേര് പറയാ, പിന്നെ ഡിവിഷന്റെ പേര് പറയാം. അപ്പോൾ 5ാമത്തത് പാസ്റ്റ് സിമ്പിൾ, 6ാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. ആൻഡ് 7th 7ാമത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് 8th ലാസ്റ്റ് വൺ. ഈ കാറ്റഗറിയിൽപ്പെട്ട അഥവാ പാസ്റ്റിന്റെ ലാസ്റ്റ് ആണ് കേട്ടോ 8th. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നും കൂടി
5 നമ്പർ 5 പാസ്റ്റ് സിമ്പിൾ. ഇതിനെ സിമ്പിൾ പാസ്റ്റ് എന്നും പറയാറുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ പേരിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോ പാസ്റ്റ് സിമ്പിൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. പാസ്റ്റ് സിമ്പിൾ 5ാമത്തത്. 6ാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി 7th പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് സ്പെല്ലിങ് PAST ആണ്. പാസ്റ്റ് പെർഫെക്റ്റ്. ആൻഡ് 8th പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വൺസ് അഗെയിൻ പറഞ്ഞോളൂ. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനിയാണ് നമ്മൾ അടുത്ത ഒരു മെഗാ വർക്ക് തരാൻ പോവുകയാണ്. പ്രസൻറ്റും പാസ്റ്റും 4+4 ടോട്ടൽ 8 ടെൻസ് ഉണ്ട്. നിങ്ങൾ ആ 8 പേരും ഒരുമിച്ച് പറയാൻ പോവുകയാണ് 1 by 1 ആൻഡ് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് ആ ഓർഡറിൽ. ഓക്കെ, തുടങ്ങല്ലേ? യെസ്. ഫസ്റ്റ് വൺ പ്രസന്റ് സിമ്പിൾ, സെക്കൻഡ് വൺ പ്രസന്റ് കണ്ടിന്യൂസ്, തേർഡ് വൺ പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് ഫോർത്ത് വൺ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫിഫ്ത്ത് പാസ്റ്റ് സിമ്പിൾ, സിക്സ്ത് പാസ്റ്റ് കണ്ടിന്യൂസ്, സെവൻത് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് എയ്ത്ത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ആയിട്ടില്ല, ഒന്നും കൂടി ഞാൻ പറയാം. ഞാൻ ആദ്യം നമ്പർ പറയും, പിന്നെ ഒരു 1-2 സെക്കൻഡ് ലാഗ് വന്ന ശേഷം മാത്രമേ പേര് പറയുള്ളൂ. അപ്പോൾ 1-2 സെക്കൻഡ് ഞാൻ വൈകിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഓർത്ത് ആ പേര് പറയാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പറയുന്ന പേരും നിങ്ങൾ പറഞ്ഞ പേരും ക്ലിയർ ആണോ, ശരിയാണോ നോക്കണം. ഓക്കെ, വൺസ് നമ്മൾ പറയാൻ പോവുകയാണ്. നമ്പർ 1 പ്രസന്റ് സിമ്പിൾ. നമ്പർ 2 ഓക്കെ പ്രസന്റ് കണ്ടിന്യൂസ്. നമ്പർ 3 ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ്. നമ്പർ 4 ഓക്കെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്പർ 5 പാസ്റ്റ് സിമ്പിൾ. നമ്പർ 6 പാസ്റ്റ് കണ്ടിന്യൂസ്. നമ്പർ 7 പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് നമ്പർ 8 പാസ്റ്റ് ഓക്കെ പറയൂ പാസ്റ്റ് പെർഫെക്റ്റ് വരട്ടെ കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ 8 പേരുകളും കുറേ ആൾക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട്, നല്ല കാര്യം കേട്ടോ. ടൈപ്പ് ചെയ്ത് അയച്ചവർക്ക് താങ്ക്സ്. ഓക്കെ, 8 പേരും ആ 8 ടെൻസിൻ്റെ പേരുകളും ഇപ്പോൾ ഒറ്റ ശ്വാസത്തിലല്ലെങ്കിലും ഒരു 3-4 ശ്വാസം കൊണ്ട് കാണാതെ പറയാൻ കഴിയുന്നവർ ഒന്ന് തമ്പി പ്രശ്നം അയക്ക്. ഫുള്ള് വരട്ടെ എല്ലാവരും. ചില ആളുകൾ ഇപ്പോഴും ഇതൊന്നും മനസ്സിലാവണില്ല, അല്ലെങ്കിൽ ഇതിനൊന്നും ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, കാര്യങ്ങൾ നന്നായി മനസ്സിലാക്ക്, ശ്രദ്ധ കൊടുക്കുക, അപ്പോഴേ പഠിയുള്ളൂ. എനിക്ക് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാവത്തിലിരിക്കരുത്. കാരണം നമ്മൾ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നാ പറയാം. ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്. നമ്മളെ മനസ്സിൽ ആവശ്യം വേണം, എന്നാലൊക്കെ റെഡിയാവുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മിച്ചറിൻ്റെ ഓർമ്മയാണ്. ഫ്യൂച്ചർ കേട്ടോ, മിച്ചറല്ല ഫ്യൂച്ചറാണ്. ഓക്കെ, അല്ല ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു മിച്ചറൊക്കെ ഓർമ്മയുണ്ടെന്ന്. ഓക്കെ, ഈ അടുത്ത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എഴുതിയ പോലെ വായിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. എഴുതിയ പോലെ വായിക്കുമ്പോഴേ FUTURE. പണ്ടൊരു കുട്ടി അധ്യാപകനോട് ചോദിച്ചു, സാറേ ഫുട്ടൂരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന്. ഫുട്ടൂരി. അപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ ഡിക്ഷണറി നോക്കി പറഞ്ഞുതരാം. സാറിന് നമ്മളെ പോലെ ഓടിയില്ല ഈ വാക്ക്.
സാറ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയൊക്കെ എടുത്ത് കണ്ട് ഫുട്ടൂരി നോക്കി. ഫുട്ടൂരി കാണുമോ അതിൽ? ഇല്ല. പിന്നെ സാറിന് ഈ കുട്ടിയെ ഫേസ് ചെയ്യാൻ മടിയായി. കാരണം വലിയ ക്ലാസ്സിലൊക്കെ വന്നു കണ്ട് ഭൂലോക തള്ളുണ്ടാണ്. കാരണം ഞാൻ ഇംഗ്ലീഷ് പണ്ഡിതനാണ്, എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം, ഞാൻ ഇംഗ്ലീഷ് മാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുട്ടൂരിൻ്റെ മീനിങ് പറയാൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ കളിയാക്കൂലേ? അദ്ദേഹം ഈ കുട്ടിയെ ഫേസ് ചെയ്യുന്ന അവസരങ്ങൾ പോലും ഒഴിവാക്കാൻ ശ്രമിച്ചു. പലപ്പോഴും ഈ കുട്ടിയെ കണ്ട് അദ്ദേഹം മാറി നിന്നു. ഈ സാറിൻ്റെ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കി കുട്ടി ഒരിക്കൽ സാറിനെ ലൈവായി പോയിട്ട് കയ്യാണ്ട് പിടിച്ചു. സാറേ, എൻ്റെ ഫുട്ടൂരി എന്തായി? എൻ്റെ ഫുട്ടൂരി കൊണ്ട് സാറ് ചോദിച്ചു, മോനെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞാൽ. അവൻ പറഞ്ഞു FUTURE. FUTURE. സാറിന് ദേഷ്യാണ്ട് കയറി. ഫ്യൂച്ചർ കൊണ്ടുപോയിക്കാണ്ട് ആണ് കുട്ടി ഫുട്ടൂരിയാക്കി മാറ്റിയത്. സാറാണ്ട് ചൂടായി കണ്ട് 4 ഫയറിങ് കണ്ട് കൊടുത്തു. ഡേഷേ നിന്റെ നെട്ടൂരി ഞാൻ ശരിയാക്കൂട്ടാ, നെട്ട് ഞാൻ ഊരും എന്നാ പറഞ്ഞത്. നെട്ടൂരി വേറെയാണ്, അതും NATURE ആണ്. ഞാൻ ഇംഗ്ലീഷ് എഴുതിയ പോലെ വായിച്ചു കണ്ട് ആകെ പ്രശ്നം ഉണ്ടാക്കണ്ട, കുടുങ്ങിപ്പോകും. ഫുട്ടൂരിയും നെട്ടൂരിയും ഫ്യൂച്ചറും നേച്ചറും ആണ്, മറക്കണ്ട. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് വരാം. ഫ്യൂച്ചറിനും ഇത് 4 ഡിവിഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ 9th ഓർഡർ പ്രകാരം നമ്പർ 9 ആണ്. 9, 10, 11, 12 ഇത്ര നമ്പർ കഴിഞ്ഞുള്ളൂ. 9 ഫ്യൂച്ചർ സിമ്പിൾ. 9 ഫ്യൂച്ചർ സിമ്പിൾ. 10th ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആൻഡ് 11 ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്ത് മിച്ചർ പെർഫെക്റ്റോ? അവിടെ ഒരു ടീച്ചറെ ബാക്ക് ബെഞ്ചിൽ നിന്ന് മിച്ചർ കാരണം കേട്ടാ. ഓക്കെ, നമ്മൾ ഓൺലൈനാണ്. ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ളതാണ്. 12th ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. വൺസ് അഗെയിൻ ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒന്നും കൂടി, ഫ്യൂച്ചർ സിമ്പിൾ. ഇല്ല, എപ്പോഴും റെഡി ആയിട്ടില്ല. ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ വിരലിമലൊക്കെ എണ്ണി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? റെഡിയാണ് എങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത ഹിമാലയൻ ടാസ്ക് തരാനിരിക്കുകയാണ്. ആരും പേടിക്കണ്ട, ഹിമാലയ പർവ്വതം പൊക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ. ഹിമാലയൻ ടാസ്ക് ആണ്. വലിയ ബുദ്ധിമുട്ടേറിയ ജോലികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്റ്റൈലാണ് ഹിമാലയൻ ടാസ്ക്. ഓക്കെ, തരാൻ പോവുകയാണ്. റെഡിയാണല്ലോ? ഈ 12 പേരും പ്രസന്റ് 4 ഡിവിഷൻ, പാസ്റ്റ് 4 ഡിവിഷൻ ആൻഡ് ഫ്യൂച്ചർ 4 ഡിവിഷൻ. ഈ 12 പേരും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കണക്ക് അയച്ചു തരണം. അപ്പം എല്ലാവരും ടൈപ്പ് ചെയ്ത് കണ്ട് 12 ഓർഡറാക്കി ടൈപ്പ് ചെയ്ത് കണ്ട് അയച്ചു തരാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് അയച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. കാരണം എനിക്കൊരു വാശിയിലാണ്. ഇനി ടെൻസിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഓക്കെ, ഇനി ഇത് പഠിഞ്ഞേ പറ്റൂ. ഓക്കെ, ഫുള്ളുണ്ട് വരട്ടെ, ഫുള്ള് 12 കൊണ്ട് വരട്ടെ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്തോളൂ, സമാധാനം ടൈപ്പ് ചെയ്താൽ മതി, ധൃതി ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, വരട്ടെ കേട്ടോ. ടൈപ്പ് ചെയ്ത് അയച്ചോളൂ, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഐവ, ആഷിക, ഷുഹൈൽ, അടിപൊളിയാണ്, മിസ്റ്റേക്ക് ഇല്ല, കറക്റ്റാണ്. ഓക്കെ, നിമിഷ, ഓക്കെ അയച്ചോളൂ. നസീമ PM, യെസ് എല്ലാവരും. ഓക്കെ, അഷിന, മഹിൻ, ഫുൾ കറക്റ്റാണ്.
മുഫീദ കറക്റ്റാണ്. യെസ്. സുമയ്യ അൻസിഫ് അല്ലേ? ഓക്കെ, കറക്റ്റാണ്. റിയാസ് ഫുൾ കേട്ടെ. മാജിദ തൗഫീഖ് ഫുൾ റെഡിയാണോ? ഹസ്ന KP റെഡിയാണോ? നസീമ ഓക്കെ. എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരെയും പേര് ഞാൻ പറയുന്നില്ല. സെമീന ഓക്കെ. മൻസൂറ ഓക്കെ, റെഡിയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും അജുഷ റാഫി, ഷെറിൻ ഷെസ്വ റെഡിയാണ്. മിസ്റ്റേക്ക് ഞങ്ങൾക്കിൽ ഒരാളും മിസ്റ്റേക്ക് ഇല്ല. അതാണ് നിങ്ങൾ എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് 8 കൊല്ലം 10 കൊല്ലം പഠിക്കാതിരുന്ന സാറേ ഇപ്പോൾ ടച്ചൊന്നുമില്ല. പക്ഷേ അങ്ങനത്തെ ഒരു ലക്ഷണേ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിൽ തോന്നുന്നില്ല. +2 കഴിഞ്ഞ കൊല്ലം പഠിച്ചുകാണ്ട് ഈ കൊല്ലം TTCക്ക് ചേർന്ന മാർക്കുണ്ട് ഇപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ഗ്യാപ്പ് നിങ്ങളെ തീരെ. ഷമീന ബാനു കറക്റ്റാണ്. ആ ഗ്യാപ്പ് നിങ്ങളെ നസി മുനീസ ഓക്കെ. റഫിയ യെസ് റെഡിയാണ്. ബിൻസിയ ഹബീബ അനീസ് സിയ 12 റെഡിയാണ് ഫുൾ കറക്റ്റ്. ഓക്കെ, ഇതാണ് കേട്ടോ ഒരു ടീച്ചിങ്. റജീന സമീർ ഒരു ടീച്ചിങ് കോഴ്സ് ആകുമ്പോൾ ഇങ്ങനെ തന്നെ വേണം. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. ഇനി നമ്മളെ മനസ്സിൽ പോലും ഉണ്ടാവരുത് ഞാൻ കല്യാണം കഴിഞ്ഞു 5-6 കൊല്ലം വെറുതെ ഇരുന്നു, ടച്ചൊക്കെ വിട്ടു, ഇപ്പോൾ തലച്ചോറ് മൊത്തം മെഡിലാവുമ്പോളം കയറ്റ ഉൾപ്പെടെ മാറാനെ പിടിച്ച് കിടക്കുകയാണ്, ശരിയാവൂല, പഠിയുന്നില്ല, മനസ്സിലാവുന്നില്ല, ആ ചിന്ത ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ഫ്രഷായി മാറി. ഓക്കെ, സുൽഫത്ത് റെഡിയാണ് എല്ലാവരും കേട്ടോ. എല്ലാവരും പേര് പറയാൻ കഴിയാത്തതിൽ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. പേര് ഞാൻ പരാമർശിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ പ്രയാസം ഉണ്ടാവരുത് കേട്ടോ. നമുക്ക് പേരൊക്കെ പറയാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുമായിട്ട് ഓരോരുത്തരുമായിട്ട് 1 മിനിറ്റെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടത്. ജസ്രിയ ഫൈസൽ റെഡിയാണ്. ഓക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ വേദി വേണം. ഏറെ വൈകാതെ നജ്മ റസാഖ് ശരിയാണ്. ജുമാന KP ശരിയാണ്. അൽക്കാസ് TM റെഡിയാണ്. ഓക്കെ, യെസ്. സാലിഹ റെഡിയാണ് കേട്ടോ. ആൻഡ് അപ്പം നിങ്ങൾ ഇപ്പോൾ ഫ്രഷ് ആയിട്ടോ. കമറുന്നീസ KP ശരിയാണ്. ആൻഡ് ഹരിത പ്രക്ഷോഭ് റെഡിയാണ്. റിമാസ് റസൽ റെഡിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഞാൻ ക്ലാസ് സമയം ലാഗടിപ്പിക്കുന്നില്ല. ഇനി ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഫരീദ, നിമിഷ M. ഓക്കെ, നമുക്ക് 2 നിമിഷമാർ നമ്മൾ ബാച്ച്. നിമിഷ M-ഓട് നിമിഷ B-യും ഉണ്ട്. നിങ്ങൾ ID കാർഡൊക്കെ സെറ്റായിരിക്കുകയാണ്. നാളെ ഇവിടെ നിന്ന് അയക്കും കേട്ടോ. ഈ അവസാനം ബുക്കിന് പേയ്മെൻറ്റ് ചെയ്ത കുട്ടികൾക്കൊക്കെ ID കാർഡ് സെറ്റായിട്ടുണ്ട്. നാളെ അയക്കും. ഗ്രൂപ്പിൽ അറിയിപ്പ് തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ 12 ടെൻസിൻ്റെ പേര് പറഞ്ഞു. ഓക്കെ, ഇതൊരു തപസ്സാണ്. എല്ലാവരും ഒന്ന് നമ്മുടെ കൂടെ തന്നെ സമയം ചെലവഴിക്കുക. ഇനി ആ ഏതോ ഒരാളെ മൈക്കോ ആണ്. ആ മൈക്കൊന്ന് ഓഫ് ചെയ്യും. മക്കളെ സൗണ്ടൊക്കെ അല്ലാതെ വരുന്നുണ്ട്, മറ്റൊരു പ്രയാസം വരും. ആ മൈക്ക് ഓണാക്കി ആളൊന്ന് ഓഫ് ചെയ്യൂ. ഓക്കെ. മൈക്ക് ഓഫ് ആക്കിയിട്ടില്ലേ? മൈക്ക് ഓഫ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങളെ മൈക്ക് ഓണാണോ അല്ലേ എന്നുള്ളത്. ടൈപ്പ് ചെയ്യാൻ ബാക്കിയുള്ളൊരു 100 ടൈപ്പ് ചെയ്ത് അയച്ചോളൂ കേട്ടോ. ഓക്കെ. സുൽഫത്ത് ഞാൻ അവരെ നോക്കേണ്ടത്. സുൽഫത്ത് ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഓക്കെ സുൽഫത്ത് മാം. ഓക്കെ. യെസ്.
അപ്പോൾ കേട്ടോ, നിങ്ങൾ മൈക്ക് ഓണായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയാസം വരുന്നതുകൊണ്ടാണ്, അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്ലാസ് എല്ലാവർക്കും കേൾക്കാൻ കഴിയൂല. അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും സ്പീഡ് കുറയും. അപ്പോൾ വോയിസ് സ്റ്റക്കാവും, വീഡിയോ സ്റ്റക്കാവും. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നും വിചാരിക്കരുത്, പരമാവധി ശ്രദ്ധിക്കുക. മക്കളെ കൂടെ ഇരുത്തിക്കോളൂ, കാരണം അവർക്കും ഇതൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെങ്കിലും മക്കൾ ഫോൺ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരരുത്. അവർക്കൊന്നും അറിയില്ല. അവരെന്ത് ചെയ്യും, അവിടെ ഇവിടെ ഒക്കെ പിടിച്ചുകൊണ്ട് ജസ്റ്റ് ടച്ച് ചെയ്യും. ആ സമയത്ത് മൈക്ക് ഓൺ ആവുകയാണെങ്കിൽ നിങ്ങൾ അത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല കേട്ടോ. അതൊന്ന് എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. യെസ്. ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. അപ്പോൾ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിപ്ലൈങ് ടു ദ ക്വസ്റ്റ്യൻസ്, ദിസ് ഈസ് വാട്ട് വി കോൾ കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അയാൾ നമ്മളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കും, നമ്മൾ അതിന് മറുപടി പറയും. അല്ലെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും, അയാൾ അതിന് മറുപടി പറയും. ഇതിലൂടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇംഗ്ലീഷ് സംസാരം പഠിക്കുമ്പോൾ അതിൽ ചോദ്യങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും പ്രസക്തിയുണ്ട്, നമ്മൾ പറയുന്ന മറുപടികൾ. ഓക്കെ, നമുക്ക് രണ്ട് തരം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറുപടികൾ പറയാം. ഒന്നാമത്തെ മറുപടിൻ്റെ പേരാണ് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ഈ പറയുന്ന പേര് എല്ലാവരും ഒന്ന് എഴുതി വെച്ച് പഠിക്കണം, നന്നായിരിക്കും. ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിപ്പിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകട്ടെ എന്നൊരു ആഗ്രഹത്തിന് ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ വാക്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് അറിയില്ലെങ്കിൽ മലയാളത്തിൽ അങ്ങനെ എഴുതിയാൽ മതി, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ പറയും, നമ്മളെടുത്ത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ച് നമ്മൾ പറയുന്ന മറുപടി ഒന്നുകിൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്ന നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ നമ്മളെടുത്ത് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയുന്നത് എങ്ങനെയൊക്കെ മറുപടി പറയാന്നുള്ളതിൻ്റെ പേരാണ് നിങ്ങൾ പഠിച്ചത്. ഒന്നുകിൽ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ. ഇനി നമ്മൾ മറുപടി പറഞ്ഞാൽ മാത്രം പോരല്ലോ അല്ലേ, നമുക്കും വേണ്ടേ അയാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും രണ്ട് തരം ക്വസ്റ്റ്യൻസുകളുണ്ട്. എങ്ങനെയുണ്ട്? രണ്ട് തരം ക്വസ്റ്റ്യൻസ്. അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യന് പറയുന്ന പേര് ശ്രദ്ധിക്കണം എല്ലാവരും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. എന്താ പറയുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യത്തിന് പറയുന്ന പേരാണ് WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് WH ക്വസ്റ്റ്യൻ. ഓക്കെ. ഇപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് പഠിച്ചു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ശ്രദ്ധിക്കുക, ഇതിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് വരെ രണ്ട് വിഭാഗമുണ്ട്. അതാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനും രണ്ട് വിഭാഗമുണ്ട്, WH ക്വസ്റ്റ്യൻസിനും രണ്ട് വിഭാഗമുണ്ട്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന് രണ്ട് വിഭാഗങ്ങളെ പേര് പഠിക്കാൻ പോവുകയാണ്. അതാണ് 3ഉം 4ഉം. എന്ത് 3ഉം 4ഉം? 1, 2 നിങ്ങളിപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചില്ലേ. ഇനി മൂന്നാമത്തതാണ് പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി കഴിയുകയാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ, കാരണം ഇത് പുതിയൊരു നോളേജ് ആയതുകൊണ്ട് മനസ്സിലിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒന്നാമത്തത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമത്തത് നമ്മളിത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചത് എന്താണ്? പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഒന്നും കൂടി തുടങ്ങാം. ഫസ്റ്റ് വൺ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് ഫോർത്താണ്. ഫോർത്ത് എന്താ വരിക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ കാറ്റഗറി നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കേട്ടോ. മനസ്സിലാവാത്തവർ ഞാൻ പറയുമ്പോൾ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും, വേഗം പഠിയും. ഓക്കെ, ഒന്നുകൂടി പറയാം. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്,
നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻഡ് നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. കഴിഞ്ഞില്ല. ഇപ്പോഴും കുറേ പേർക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു തപ്പിപ്പഴ വരുന്നുണ്ട്. എവിടൊക്കെയോ ഒന്ന് കൺഫ്യൂസ്ഡ് ആണ്, കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒക്കെ നീങ്ങണം. എല്ലാ കാര്യം പോയി ക്ലിയർ ആവണം. വൺസ് അഗെയിൻ, ഒന്നാമത്തെ വാക്യം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ വാക്യം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ വാക്യം പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, നാലാമത്തെ വാക്യം നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നും കൂടി പറയാണ്. നിങ്ങൾ എല്ലാവരും എനിക്കത് ടൈപ്പ് ചെയ്ത് അയച്ചു തരണം. ഫസ്റ്റ് വൺ, ഓക്കെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് വൺ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ആൻഡ് ഫോർത്ത് വൺ നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ്, ഇനിയും 2 ഭാഗം കൂടി ഇതിൽ പഠിക്കാനുണ്ട്. പക്ഷേ അത് ഇന്ന് പഠിപ്പിക്കുന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ക്ലാസ്സിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾ ക്ലാസ്സിലുള്ള ചില ആളുകൾക്ക് കഴിയുമെങ്കിലും ഭൂരിപക്ഷം പേർക്കും ചിലപ്പോൾ അത്രയും അങ്ങോട്ട് ഒരു എന്താ പറയുക, മനസ്സുകൊണ്ട് റെഡി ആയിട്ടില്ല. കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവാനുണ്ട്. ചില ഭാഗങ്ങളിൽ ഇപ്പോഴും പൊടിയും ചളിയും മാറാലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നീങ്ങട്ടെ കേട്ടോ. എല്ലാവരും നല്ല കഴിവുള്ളവരായിട്ട് മാറും. ഓക്കെ, അപ്പോൾ കുറച്ച് പേരെ മനസ്സിലെവിടൊക്കെയോ കുറച്ച് ഭാഗം മാറാലൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് നീങ്ങി വരട്ടെ. കോബൈ അല്ലാതെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സമയം തരികയാണ്. ഇപ്പം നിങ്ങൾ പഠിച്ച ഈ 4 വാക്യങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്തയക്കുക. എല്ലാവരും ടൈപ്പ് ചെയ്തയക്കുക. മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേയില്ല ഇവിടെ. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് പ്രശ്നമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വല്ല കാര്യം നോക്കണില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കൊണ്ടു. അതിന് വേണ്ട ചില ടിപ്സുകൾ നമ്മൾ മെയിൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു തരേണ്ട കേട്ടോ. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചോളൂ. ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഉണ്ട് വരട്ടെ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്യണ്ട എല്ലാവരും. അതാണ് നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളെ ഓരോരുത്തരെയും പേര് പറയുമ്പോൾ തന്നെ സന്തോഷവും ബഹുമാനമൊക്കെ ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ മറ്റു ക്ലാസ്സുകളിൽ നിന്നുള്ളതിനേക്കാളും നല്ല ഒരു എഫക്റ്റ്. ഇപ്പം ഞാനപ്പോൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ 10 പ്രാവശ്യം പറഞ്ഞാലും ആമ്പിള്ളേരും പെൺപിള്ളേരും എപ്പോഴും ഇരിക്കും. കാരണം അവന്മാർ വേറെ ലോകത്താണ് ഈ കാര്യം. നിങ്ങളങ്ങനെയല്ല. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി അപ്പോഴപ്പോഴെ ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. ഇനിയും ആൾക്കാർ ടൈപ്പ് ചെയ്തേക്കാറുണ്ട്. എല്ലാവരും കേട്ടോ. ഞാൻ ക്ലാസ് നിർത്താൻ പോവുകയാണ്. പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയമായിരിക്കണം. എനിക്കറിയാം. ഒരു 9 മണിയാകുമ്പോഴേക്കും മിക്ക കുട്ടികൾക്കും ചിലപ്പോൾ ഉറങ്ങും. ചിലപ്പോൾ കുട്ടികൾ മാത്രമല്ല, ഇപ്പോൾ എക്സാമിൻ്റെ ഹാങ് ഓവറൊക്കെയാണ് സ്കൂളുകളിൽ. ഓക്കെ, വരട്ടെ. എല്ലാവരും ടൈപ്പ് ചെയ്ത് അയച്ചോളി. വരട്ടെ എല്ലാവരും. ഓക്കെ, ഇനിയും ടൈപ്പ് ചെയ്ത കളറൊക്കെ ഇട്ടാ. ഒരാളും ഇത് ചെയ്യാതെ വെറുതെ ഇരിക്കരുത്. ടൈം എടുത്താലും. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഒരു ടീച്ചർ, പേരിക്കറിയാം, ഞാൻ പറയുന്നില്ല, കുറച്ച് വൈകിയാണ് അയച്ചത്. പക്ഷെ എനിക്ക് അവരോടും ആദ്യം അയച്ച ആളോടും ഒരേപോലെ ബഹുമാനവും പഠിപ്പിക്കാനുള്ള താല്പര്യമുള്ളത്. കാരണം എന്താ വെച്ചാൽ ടൈപ്പിംഗ് എല്ലാവർക്കും ഒരുപോലെ വഴങ്ങണമെന്നില്ല. മൊബൈൽ ഫോണുമ്പോൾ കൂടുതൽ സമയം ഇരിക്കുമ്പോഴേ ടൈപ്പിംഗ് റെഡി കിട്ടുള്ളൂ. പക്ഷെ അത് നമ്മളത് പലരും പല കാറ്റഗറി ആയിരിക്കും. അപ്പോൾ അതൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല. പക്ഷെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതാണ് നമ്മൾ പറയില്ലേ, മത്സരത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ചിലപ്പോൾ മാറി മാറി വന്നു വരാം. പക്ഷെ മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജെസ്സി ഓവൻസിന് ലെസ്ലോങ് കൊടുത്ത ഒരു ഉപദേശം കേട്ടിട്ടില്ല നിങ്ങൾ? പഴയകാലത്ത് പഠിക്കാണ്ടൊരു പാഠമായിരുന്നു. ജെസ്സി ഓവൻസ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലോങ് ജമ്പറാണ്.
1936 ബെർലിൻ ഒളിമ്പിക്സ് ജർമ്മൻ ക്യാപിറ്റലായിട്ടുള്ള ബെർലിനിൽ നടന്നുകൊണ്ടിരിക്കെ ജർമ്മനിക്കാരല്ലാത്ത ഒരാൾക്കും സ്വർണ്ണ മെഡൽ കിട്ടൂല എന്നും ഇനി ആർക്കെങ്കിലും സ്വർണ്ണ മെഡൽ കിട്ടിയാൽ അവർ ജർമ്മനിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി അവരുടെ നാട്ടിലേക്ക് പോകൂല എന്ന് ഹിറ്റ്ലർ വീമ്പടിച്ചിരിക്കുന്ന കാലത്ത് ഹിറ്റ്ലർ ഒളിമ്പിക്സിന്റെ വേദിയിൽ സാക്ഷിയായിരിക്കെ ലോകത്തെ ഏറ്റവും മികച്ച ലോങ് ജമ്പറായ ജെസ്സി ഓവൻസ്, ഒരുപക്ഷെ അയാൾ 8 മീറ്ററും 8.5 മീറ്ററൊക്കെ അയാൾ ചാടിയതാണ്. പക്ഷെ അയാൾക്ക് ഒരു 7.90 പോലും അയാൾക്ക് ചാടാൻ കഴിയുന്നില്ല. ചാടുന്നൊക്കെ ഫൗളാണേനു. കാരണം അയാൾ പേടിച്ചിരിക്കുകയാണ്. അന്ന് ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു. മാത്രമല്ല ഹിറ്റ്ലർ എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഈ ഒരു മേഖല ലോങ് ജമ്പ് ആയതുകൊണ്ട് അവിടേക്കാണ് ഹിറ്റ്ലർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടം കൂടി ആയപ്പോൾ ജെസ്സി ഓവൻസ് ആകെ പേടിച്ചു. അമേരിക്കയെ പ്രതിനിധീകരിച്ചു വന്ന ജെസ്സി ഓവൻസ് പേടിച്ചു. ഈ സമയത്ത് ജർമ്മൻകാരനായ ജർമ്മനിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് തന്നെ ചാടിയ അറ്റംപ്റ്റുകളിൽ ഫസ്റ്റ് നേടിക്കൊണ്ടിരിക്കുന്ന ലെസ്ലോങ് എന്നും പറയാറുണ്ട് കേട്ടോ. ലെസ്ലോങ് എന്ന് പറയുന്ന ജർമ്മൻ ലോങ് ജമ്പർ ഉണ്ട്. അയാൾ ജെസ്സി ഓവൻസിന്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്, നിങ്ങൾ 7.90 പോലും ചാടാൻ ഇത്ര വിഷമിക്കേണ്ടത് എന്താണ്? നിങ്ങൾ 8 മീറ്ററൊക്കെ ചാടി ലോക റെക്കോർഡിട്ട വ്യക്തിയല്ലേ, നിങ്ങൾ ആരെയാ പേടിക്കേണ്ടത്? നിൽക്കേണ്ട മനുഷ്യനെയോ? അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ചാടുന്നതിന്റെ പകുതി പോലും ലോങ് ജമ്പ് ചാടാൻ കഴിയാത്തൊരു മനുഷ്യനാണ് നിൽക്കേണ്ടത്. പിന്നെ നിങ്ങൾ ആരെയാ പേടിക്കേണ്ടത്? നിങ്ങളെ കഴിവ് മാക്സിമം ഒന്ന് സ്വരൂപിച്ച് കണ്ട് ചാടൂ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് തട്ടിക്കാണ്ട് തലോലിച്ച ലെസ്ലോങ്ങിന്റെ മോട്ടിവേഷനിൽ കൃത്യമായിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് ചാടിയ ജെസ്സി ഓവൻസ് ലോക റെക്കോർഡ് ഇട്ടു. അക്കാലത്ത് ഒളിമ്പിക്സ് റെക്കോർഡ് 8:20 ആയിരുന്നു. അത് 8:27 ചാടിക്കൊണ്ട് മുമ്പ് ലോക റെക്കോർഡ് അങ്ങ് ഇട്ടു. ഇത് കണ്ട് എന്താ പറയുക, പിന്നെ ഹിറ്റ്ലർ പോലും അമ്പരന്ന് പോയി എന്നാണ് പറയേണ്ടത്. അതാ പങ്കെടുക്കുക, അതാണ് നമ്മളെ ഏറ്റവും. നമ്മൾ ചിലപ്പോൾ വൈകുന്നവരായിരിക്കാം, കുറച്ച് വൈകി വന്നാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ആൻസറുകൾ മാക്സിമം പങ്കെടുക്കുക, മാറി നിൽക്കരുത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്ര മതി. ഒരുപാട് കാര്യം ഞാൻ പഠിപ്പിക്കാറില്ല. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയുന്ന പോലെ കേട്ടോ, ആദ്യം തറയിട്ടു, തറൻ്റെ മേലെ അങ്ങനെ കല്ല് പടുത്ത് അങ്ങനെ വരികയാണ്. ഓരോ ദിവസവും കുറേശ്ശെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ പഠിച്ചതിൻ്റെ നേരെ അടുത്ത സ്റ്റെപ്പായിരിക്കും അടുത്ത ക്ലാസ്സിൽ എടുക്കുക. അതുകൊണ്ട് ക്ലാസ്സുകൾ നന്നായി കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഇന്ന് പഠിച്ചത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കുറച്ചുകൂടെ കഴിയട്ടെ, അപ്പോഴാണ് മനസ്സിലാവുക സാറാ പറഞ്ഞ കാര്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവിടെ വാങ്ങുകയാണ് കേട്ടോ. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് കേട്ടതുകൊണ്ടും സമയം നമ്മളെ തേടി വരില്ല, നമ്മൾ സമയത്ത് തേടിക്കൊണ്ട് പോകണം. സമയം നമ്മളെ മുമ്പിലൊക്കെ ഉണ്ട്. സമയം നമ്മൾ കണ്ടെത്തണം, വേണ്ട പോലെ യൂസ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ അങ്ങോട്ട് വിജയിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ താങ്ങും തണലായി മാറാൻ കഴിയുള്ളൂ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. Have a nice day with sweet dreams. Okay. Okay. Welcome.